ജയ ജയ പോലത്തെ സിനിമയിൽ ഇടി കൊണ്ട് വീഴുന്ന ഒരു നായകനാണ് വേണ്ടത്, അല്ലെങ്കിൽ വില്ലനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ സിനിമ അതാണ് വേണ്ടത്. അത് സിനിമ നല്ലതാവാന്നുള്ളതാണ് എൻഡ് ഓഫ് ദി ഡേ. അത് അല്ലാതെ അത് എൻ്റെ ക്യാരക്ടർ ഇടി കൊണ്ട് വീണ് കഴിഞ്ഞാൽ അത് മോശമായിരിക്കും. എനിക്ക് അങ്ങനത്തെ ചിന്ത ഒന്നും ഒരിക്കലും വരാറില്ല ബേസിക്കലി. കാരണം എനിക്ക് ആക്ടർ എന്നുള്ള രീതിയിലൊന്നും നഷ്ടപ്പെടാനില്ല. കാരണം ഇതെല്ലാം ബോണസായിട്ടാണ് ഞാൻ കാണുന്നത്. ഡയറക്ടർ എന്നുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടി വന്നിട്ട് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് ഞാൻ ഒരിക്കലും സ്വപ്നം പോലും കാണാത്തൊരു സ്പേസിലാണ് നിൽക്കുന്നത്. കൊള്ളൂലാത്ത പടം ചെയ്യാന്നുള്ളതല്ല, ക്യാരക്ടർ ഇപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും അല്ലെങ്കിൽ ഇടി കൊള്ളുന്നവനാണെങ്കിലും അല്ലെങ്കിൽ സിനിമ നല്ലതാവുക എന്നുള്ളതാണ് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ചെയ്യേണ്ട ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ളതാണ് എനിക്ക്. എൻ്റെ ആക്ടർ എന്നുള്ള പ്രൊഫൈൽ എങ്ങനത്തെ സ്റ്റാർ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അങ്ങനെ അതിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ലൂസ് എന്നുള്ളൊരു പോയിന്റാണ് ഞാൻ. പൊന്മാനൊക്കെ അതിനകത്ത് എല്ലാം ഏറ്റവും വലിയ എക്സാമ്പിൾസ് അല്ലേ. പൊന്മാനൊക്കെ ലൈക്ക് അതൊക്കെ അടിപൊളി പടമായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടാണ് ആ സിനിമയൊക്കെ. ലൈക്ക് ആ ക്യാരക്ടറൊക്കെ ശരിക്കും അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മുടെ ഇടയിലുണ്ട് അല്ലേ. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. ദാറ്റ് യു ഡിഡ് വെരി നൈസ്. അടിപൊളിയായിരുന്നു അതൊക്കെ. പൊന്മാനൊക്കെ എത്തിയപ്പോഴേക്കും ആക്ടർ എന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ പുഷ് ചെയ്യാൻ തുടങ്ങി. കാരണം ഈ പറഞ്ഞ പോലെ എക്സ്പെക്റ്റേഷൻ കൂടാൻ തുടങ്ങി, റൈറ്റിംഗ് ബെറ്റർ ആവാൻ തുടങ്ങി. ലൈക്ക് ആക്ടർ എന്നുള്ള രീതിയിൽ ഇനിയും ബെറ്ററായിട്ട് ഇയാളെ കൊണ്ട് എഴുതാം എന്നുള്ള റൈറ്റേഴ്സും ബെറ്ററായിട്ട് നമുക്ക് വേണ്ടി എഴുതാൻ തുടങ്ങി. അങ്ങനത്തെ പോയിന്റിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ അതിന് കുറച്ചുകൂടെ എക്സൈറ്റ്മെൻറ്റും എനർജിയും വന്നു. നമുക്ക് ചെയ്യുമ്പോൾ എന്തായാലും ആത്മാർത്ഥമായിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അതിലിനി പ്രയോറിറ്റി ഡയറക്ഷനാണ് ആക്ടിംഗ് എന്നുള്ളത് സംഭവിച്ചു പോയതാണെന്നുള്ളതെന്നുള്ള അല്ല. അപ്പോൾ ആക്ടറിന് വേണ്ടി ഒരു സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ടി മരിച്ചു നിൽക്കുക. അത് ഏറ്റവും വൃത്തിയായിട്ട് പുറത്തെത്തുന്നവരെ അതൊരു നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡ്രൈവ് ഉണ്ടല്ലോ. കംഫർട്ട് സോണിൽ നിന്ന് ഔട്ട് സൈഡ് നമ്മൾ ചെയ്യുന്ന ഒരു സിനിമ ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ത്രില്ല് നമുക്ക് കിട്ടുക.